ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞത് ഈ ഒരു കൗനെക്കിൽ വരുന്ന ഈ ഒരു വെസ്റ്റേൺ ടോപ്പിൻ്റെ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ലിയോപാഡ് പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ അടിച്ചിട്ടുള്ളതാണ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലും അതുപോലെ തന്നെ ചാനലിലും നമ്മൾ ഷോർട്ട് വീഡിയോസായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഇതാണ് ഈ ഒരു കളറിൽ ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽസിൽ വരുന്ന ഒരു ഡിസൈനാണ് നമ്മൾ, അതായത് ഈ ഒരു മെറ്റീരിയൽസിൽ വരുന്ന സംഭവമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽസിൽ എന്താ കാണിക്കാത്തതെന്ന് കുറേ പേര് ചോദിക്കും. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇട്ടിട്ട് വെട്ടുമ്പോഴൊക്കെ ഒന്നും എനിക്കൊരു മനസ്സിലാവണില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവാതിരിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്കും അത് വെട്ടുമ്പോഴും അത് അടിക്കുമ്പോഴും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് അടിച്ചതാണ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റും പിന്നെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ അളവിൽ തന്നെ ഈ ഒരു മെറ്റീരിയൽസിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിച്ചിങ്ങുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുക, ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പീസ് 2 മടക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇത് 2 മടക്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡയറക്റ്റ് തുണിയിൽ വെട്ടാതെ ഞാൻ എന്ത് ചെയ്ത് പാറ്റേൺ ആദ്യം തന്നെ വെട്ടിയെടുത്ത് ആ പാറ്റേൺ വെട്ടിയെടുത്തിട്ട് അത് നമ്മൾ തുണിയുടെ മുകളിൽ വെച്ചിട്ട് ആണ് നമ്മൾ ആദ്യത്തെ, അതായത് ബാക്ക് ഭാഗം നമ്മൾ വെട്ടിയെടുക്കുന്നത്. അതായത് ഇതിന് നമുക്ക് ഫ്രണ്ടിൽ വെട്ടണമെങ്കിലൊക്കെ കുറച്ചൊരു റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് പാറ്റേൺ വെട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ പാറ്റേണിൻ്റെ അളവ് ഞാനിതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കഴുത്തിൻ്റെ വട്ടം വരുന്നത് 3, ഇറക്കം വരുന്നത് ഒരു 2.5 ഞാൻ ബാക്കിൽ എടുത്തിട്ടുള്ളത്. കൈക്കുഴി 7 ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം എടുത്തിട്ട് അതിൻ്റെ 4 ഭാഗമായിട്ട് ചെസ്റ്റ് വേസ്റ്റ് അങ്ങനെയാണ് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. പാറ്റേൺ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ അളവറിയാമെന്നുള്ളത് ചിന്ത വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗം വെക്കുമ്പോൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി നമ്മൾ ഇടുമ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിൽ കട്ട് ചെയ്തിട്ടുള്ള തുണി നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതായത് ഒരു എളുപ്പമുള്ള ഒരു വഴിയാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രണ്ട് ഭാഗം എടുത്തതിന് ശേഷം, അതായത് ബാക്ക് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മളെ ഫ്രണ്ട് ഭാഗത്തെ തുണിയുടെ മുകളിൽ ബാക്ക് ഭാഗം കട്ട് ചെയ്തത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് എടുക്കുക. അപ്പോൾ നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടുന്ന് ഇവിടം വരെ ഉള്ള അളവ് 7 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ആ 7 വരെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നൊക്കെ നമ്മൾ സാധാ പോലെ ആ കൈക്കുഴി അവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ മാത്രമാണ് നമുക്ക് വ്യത്യാസം വരുള്ളൂ. ആ വ്യത്യാസം വരുന്നത് എന്താ, നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് കുറച്ചൊരു ചുളിവ് പോലെ വരുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുറച്ച് ഇങ്ങനെ നീട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നൊക്കെ നമ്മൾ സാധാ കൈക്കുഴി വെട്ടിയെടുക്കണ പോലെ അതേപോലെ വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ കട്ടിങ് നമുക്ക് ഏകദേശം പിടികിട്ടും. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ അളവ് വെച്ചിട്ട് ഡയറക്റ്റ് തുണിയിൽ വെട്ടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ വെട്ടിയെടുക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ട, ഈ ഒരു ഭാഗത്ത് നമുക്ക് ചുളിവ് കാര്യങ്ങൾ വരും. ഈ കൈക്കുഴിയും മറ്റേ കൈക്കുഴിയും കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കൗനെക്കിന് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ കട്ടിങ്ങിലേക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ബാക്ക് ഭാഗം ഇതുപോലെ നമ്മളൊരു പീസ് വെച്ച് അടിച്ചിട്ട്
അപ്പുറത്തേക്ക് മറിച്ച് കൊടുക്കണം. അപ്പം അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേക്കാൾ മുന്നേ നമ്മൾ കഴുത്തിലൊരു പീസ് വെച്ച് കൊടുക്കുമ്പോൾ കഴുത്തിൻ്റെ അവിടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്കതൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ചെയ്യാൻ മറന്നു. അപ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെട്ടെന്ന് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ വെട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ വെട്ട് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മറിഞ്ഞ് കിട്ടും. അതായത് നല്ല ഫിനിഷിങ്ങോട് കൂടെ നമുക്കത് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു തുണി അതിൻ്റെ ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് അവിടെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം നല്ല വശത്തായിരുന്നു ആ ഒരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ചീത്ത വശത്തേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലെ പണി ഇത്രേ വരുന്നുള്ളൂ. നമുക്ക് കഴുത്ത് മാത്രം ഒന്ന് മറിച്ചടിക്കാനാണ് ഈ ഒരു കഴുത്ത്, അതായത് ഈ കൗനെക്ക് ഈ ഒരു വെസ്റ്റേൺ ടോപ്പിന് വരുന്നുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ഭാഗം നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തത് ഫ്രണ്ട് ഭാഗമാണ് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഒരുപാട് തുണി നമുക്ക് വേണ്ടി വന്നിട്ടുണ്ടല്ലോ. കണ്ട, ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരുപാട് തുണി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമുക്കിവിടെ ചുളി വിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് അവിടെ തുമ്പ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഈ കൈക്കുഴിയുടെ ഇവിടെ ഇതുപോലൊരു പീസ് വെച്ച് കൊടുക്കുക. അത് വെച്ച് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് ഉള്ളിലേക്ക് ഒന്നുകിൽ ഉള്ളിലേക്ക് മറിച്ചടിക്കുക, ഒന്നുകിൽ ഒരു പൈപ്പിംഗ് രീതിയിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ 2 കൈക്കുഴിയും അങ്ങനെ അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കൈക്കുഴി ഇതുപോലെ കണ്ട മടക്കി അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വശത്തെയും കൈക്കുഴി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചുളി വിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൈക്കുഴിയുടെ ഈ ഒരു ഭാഗത്തുനിന്നുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ പീസ് വെച്ചിട്ട് മറിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രോസായിട്ട് വെട്ടിയിട്ട് ഒരു പീസ് ഇതുപോലെ അവിടെ ജോയിൻ ചെയ്തിട്ട്, അതായത് നല്ല വശത്ത് വെച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ അവിടെയും ചെയ്തെടുക്കേണ്ടത്. കാരണം നമ്മൾ അവിടെ തുണി വെച്ച് മറിച്ചടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ നൂല് കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നിപ്പോരും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി വല്ല ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, അങ്ങനെ വല്ല ലേസ് നെറ്റ് അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ അതും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്രോസ് പീസ് സെയിം കളറിൽ തന്നെ ഒരു ക്രോസ് പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചടിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് അതായത് നല്ല വശത്ത് വെച്ചടിച്ചിട്ട് ചീത്ത വശത്തേക്ക് നമ്മൾ മറിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കണ്ട. അപ്പോൾ ഇനി ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. പിന്നെ അടുത്തത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്കേർട്ട് ടോപ്പ്, അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. പക്ഷെ നമുക്ക് ഓണത്തിന് തന്നെ ഒരുപാട് ഓർഡറും കാര്യങ്ങളും ഉണ്ട് അതിന്. പക്ഷെ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്, അത്യാവശ്യം വർക്കും വരുന്നുണ്ട്, തുണി കാര്യങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഡീറ്റെയിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇനി ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അത് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അടിച്ച് എടുത്തിട്ടുണ്ട് കണ്ട. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ഇങ്ങോട്ട് എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് ഭാഗത്തെ പീസും ഫ്രണ്ട് ഭാഗത്തെ പീസ് എടുത്തിട്ട് രണ്ടിൻ്റെയും ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. കണ്ട, ഇതുപോലെ ഒപ്പം വെച്ചിട്ട് രണ്ടിൻ്റെയും ഷോൾഡറുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോസിൽ കാണുന്ന പോലെ എങ്ങനെയാണോ നമുക്ക് ഫ്രണ്ടിൽ ഷോൾഡർ വെച്ചിട്ടൊരു ഭാഗം ഉണ്ടാവില്ല,
പക്ഷെ നമ്മൾ ബാക്കിലെ ഷോൾഡറും ഫ്രണ്ടിലെ ഷോൾഡറും കൂടെ ആക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമുക്കത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എത്രത്തോളം പിടി കിട്ടും എന്നറിയില്ല, പക്ഷേ നിങ്ങൾക്ക് തയ്ച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് ഭാഗത്തെ ഷോൾഡറും ബാക്ക് ഭാഗത്തെ ഷോൾഡറും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോസിൽ കാണുന്ന ഇതേപോലെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ രണ്ടും ഫ്രണ്ടും ബാക്കും നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ട നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് കിട്ടുക. അതായത് ഫ്രണ്ടിൽ ഇതുപോലെ ഇതായിട്ട് തന്നെ ചുളിവൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മോഡൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ലാസ്റ്റ് നമ്മൾ സൈഡ് തമ്മിൽ പൂട്ടിക്കൊടുക്കുക, അതുപോലെ തന്നെ അടിയിൽ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ കൗനെക്കിൻ്റെ വെസ്റ്റേൺ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ലിയോപാർട്ടിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് എല്ലാവരും ഈ ഒരു വെസ്റ്റേൺ ടൈപ്പൊക്കെ വാങ്ങണത്. അപ്പോൾ നിങ്ങൾക്ക് അത് വീഡിയോ എടുക്കലും അത് കാണിക്കലും ഒക്കെ കൂടെ നടക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതിൻ്റെ വീഡിയോസ് കാണിക്കാതിരുന്നത്. കാരണം വരക്കുമ്പോഴൊന്നും അത് തെളിഞ്ഞിട്ട് അങ്ങോട്ട് കിട്ടണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതേ ആ ടൈമിൽ തന്നെ ഈ ഒരു നോർമൽ തുണിയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനോടൊപ്പം തന്നെ ആ ഒരു പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയൽസിൽ അടിച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോയും ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.